മലയാള സിനിമ ഇപ്പം നിയന്ത്രിക്കുന്നത് രണ്ട് പ്രധാന ടീമുകളാണ്. ഒന്ന് തമ്പുരാൻ മാഫിയ എന്ന് പറയാം. രണ്ടാമത്തേത് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എറണാകുളം ബേസ്ഡായിട്ടുള്ള ഒരു ടീം. ഈ തമ്പുരാൻ മാഫിയ എന്ന് പറഞ്ഞാൽ അവരായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. മലയാള സിനിമയിലെ സകല വൃത്തികേടുകളുടെ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കുക, അങ്ങനെ സകല വൃത്തികേടുകളുടെ ഒരു കേന്ദ്രമാണ് ഈ തമ്പുരാൻ മാഫിയ എന്ന് പറയുന്നത്. ഈ എറണാകുളം ബേസ്ഡായിട്ട് ആളുകൾ വന്നപ്പോൾ അവർ കുറേ കൂടെ പുരോഗമന ചിന്താഗതിക്കാരും പിന്നെ സ്ത്രീ സമത്വത്തിൽ വിശ്വസിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരായപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ചിനൊന്നും പെണ്ണുങ്ങളെ കിട്ടാതായി. അത് ഈ തമ്പുരാൻ മാഫിയയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഈ തമ്പുരാൻ മാഫിയയുടെ പ്രത്യേകത, അവർക്കാണ് രാഷ്ട്രീയ സ്വാധീനമുള്ളത്, അവർക്കാണ് പണത്തിൻ്റെ സ്വാധീനമുള്ളത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വാധീനവും ഇവരുടെ കൈവശമാണ്. മീഡിയകൾ ചില ജാതി മേധാവിത്വം നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മീഡിയ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ EDയൊക്കെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തുക, ഇതൊക്കെയാണ് ഈ തമ്പുരാൻ മാഫിയയുടെ പ്രത്യേകതകൾ. ഇവർ തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാൻ മറ്റവർ കാരണം ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ പുതിയ നടിമാർ, കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോൾ അവരൊക്കെ അപ്പുറത്ത് സിനിമയിലിറങ്ങി എക്സ്റ്റാബ്ലിഷ്ഡ് ആയാ വരുന്നത്. പിന്നെ ഇവർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൾമാർ പറയും പോയി പണി നോക്കണമെന്ന് പറയും. എനിക്കറിയാം എൻ്റെ വാല്യൂ എന്താണെന്ന്, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയും. അത് ഇവന്മാർക്ക് ഭയങ്കര തിരിച്ചടിയായി. അതിനെന്ത് ചെയ്യുക, മറ്റേ ടീമിനെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് പിന്നെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗക്കാരെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈഴവരും മറ്റ് പിന്നോക്കക്കാരും പിന്നെ മുസ്ലിംസും എല്ലാം ചേർന്ന ഒരു, ഈ തമ്പുരാൻ മാഫിയയെ എതിർക്കുന്ന എല്ലാവരും ചേർന്നൊരു സംഘമാണ് അപ്പുറത്തുള്ളത്. തമ്പുരാൻ മാഫിയ കാരണം കരിയർ പോയ നടിമാർ അവരൊക്കെ അപ്പുറത്തുണ്ട്. അതുപോലെ ഇനി വരുന്ന പെൺകുട്ടികളെങ്കിലും ഈ കാസ്റ്റിംഗ് കൗച്ചിനും ഒന്നും വിധേയരാവരുത് എന്ന് ചിന്തിക്കുന്ന കുറേ നല്ല മനുഷ്യർ, നടിമാർ, അവരൊക്കെ ഈ പിന്നെ എറണാകുളം ബേസ്ഡായിട്ടുള്ള ടീമിൻ്റെ കൂടുണ്ട്. അത് കാരണം തീർത്തങ്ങ് കയറി അവരെ അവോയ്ഡ് ചെയ്യാനും ഒന്നും ഈ തമ്പുരാൻ മാഫിക്ക് അതിന് മാത്രം ശേഷിയൊന്നും അവർക്കില്ല. എങ്കിലും രാഷ്ട്രീയമായും പിന്നെ സിനിമയെ നിയന്ത്രിക്കുന്ന തരത്തിൽ സ്വാധീന ശക്തിയാണ് അവർ. പിന്നെ ഇവരുടെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നായരും നമ്പൂരിയായിട്ട് തർക്കം വന്നാൽ നമ്പൂരി ജയിക്കണം, അതാ ലൈൻ. അത്രയ്ക്ക് ജാതി ചിന്തയാണ് ഈ തമ്പുരാൻ മാഫിയയുടെ ലൈൻ. ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് ആളുകളെ എല്ലാവരെയും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.